ഹലോ നമസ്കാരം. എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. ലോകം മുഴുവൻ ഒരു വൈറസ് പരക്കുന്നു. അത് ബാധിച്ച മനുഷ്യന്റെ ശരീരത്തിൽ ചെടികളെല്ലാം മുളച്ച് അവർ സൂമ്പികളായിട്ട് മാറുന്നു. ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഹീറോ അവന്റെ ലവറേയും കൊണ്ട് അവിടെ നിന്ന് പോകും. പോകുന്ന വഴിയിൽ അവൾ അവനെ നഷ്ടമാകും. പോരാത്തിന് ഇവനാണെങ്കിൽ അമ്നേഷ്യമുണ്ട്. ഒരു സൈഡിൽ സോംബികൾ, മറു സൈഡിൽ ലവറെ കാണാനില്ല. മറവി രോഗമുള്ള ഇവൻ ഈ സോംബികളുടെ ഇടയിൽ നിന്നും അവന്റെ ലവറെ കണ്ടെത്തോ, അത് എങ്ങനെ, എന്താ എന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു അടിപൊളി മൂവിയാണ് ഡൈ എലോൺ. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ ഈദനും അവന്റെ ലവറും വളരെ പരിഭ്രാന്തിയോടെ എവിടേക്കോ എന്നു പോലും അറിയാതെ പോയിക്കൊണ്ടിരിക്കാം. ഇതേ സമയം റേഡിയോയിൽ ഒരു അറിയിപ്പ് പറയുന്നുണ്ട്. അതായത് അവിടെ ആകെ മൊത്തം പരന്നുകൊണ്ടിരിക്കുന്ന വൈറസ് കാരണം കുറെ ജനങ്ങൾ മരിച്ചു. ബാക്കിയുള്ള ആളുകളോട് സേഫ് ആയ ഒരു ഇടത്തിൽ പോയിട്ട് തങ്ങാൻ പറയും. ഇവരും ഇത് കേട്ട് സേഫ് ആയ ഒരു ഇടത്തേക്ക് പോയിക്കൊണ്ടിരിക്കാം. അവരുടെ കാർ ആക്സിഡന്റ് ആകും. നെക്സ്റ്റ് സീനില് നമ്മുടെ ഈദൻ കണ്ണു തുറന്നു നോക്കിയാൽ ലവർ എന്ന ഭാഗത്ത് കുറച്ച് രക്തപ്പാടുകൾ മാത്രം കാണും. പതറിപ്പോയ ഈദൻ അവളെയും തേടി അവിടെ മുഴുവൻ അലയും. ഈ ഒരു വൈറസ് കാരണം ആ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം അവിടുന്ന് പോയിട്ടുണ്ടാകും. വീടിന്റെ മേൽക്കുരകളിൽ ഞങ്ങളെ രക്ഷിക്കെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ആരുമില്ലാത്ത വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നായകന്റെ മുൻപിലോട്ട് ഒരു ട്രക്ക് വന്നു നിൽക്കും. അതിലെ ആൾ അവനോട്, ആരടാ നീ എന്താ ഇവിടെ നിൽക്കുന്നേ? എന്റെ വണ്ടി ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും അയാൾ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ റെഡിയായി. ഇത് കണ്ട് പേടിച്ച് നിൽക്കുക ഈദൻ. അതേസമയം ഇവനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയ ആളെ വേറെ ആരോ വെട്ടി വെച്ച് വീഴ്ത്തും. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഈദൻ അവിടെ നിന്ന് നീങ്ങി നിൽക്കും. അതേസമയം ട്രക്കിലെ ഡ്രൈവറെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ടാകും. ആരായിരിക്കും എന്നെ രക്ഷപ്പെടുത്തിയതെന്ന് നോക്കി നിൽക്കുമ്പോൾ ഒരു ലേഡി അവൾ ഇവനെ ഷൂട്ട് ചെയ്യാൻ നോക്കിയവനെ ഷൂട്ട് ചെയ്ത് വീട്ടി അടിച്ചു കൊല്ലും. ഇങ്ങനെയുള്ള സ്ഥലത്ത് തനിയെ നീ വരാൻ പാടില്ലായിരുന്നു. ഇവിടെയുള്ള ജനങ്ങളെല്ലാം എവിടെ പോയി? ഇവരെല്ലാം ആരാ, എന്താ എന്നൊക്കെ ഹീറോ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ വണ്ടിയിൽ കയറി ഒരു സ്വിച്ച് ഓൺ ആക്കും. ശേഷം ഇവനോട് വേഗം ആ ഡെഡ് ബോഡീസ് എല്ലാം ട്രക്കിൽ കയറ്റാൻ ഹെൽപ്പ് ചോദിക്കും. അവനും അവൾ പറഞ്ഞതുപോലെ എല്ലാ സഹായങ്ങളും ചെയ്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ ബോധം കെട്ട് താഴെ വിടും. കുറച്ചു സമയത്തിനുള്ളിൽ കണ്ണു തുറന്നു നോക്കിയാൽ ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നതായി അവന് ഫീൽ ചെയ്യും. അതേസമയം അവന്റെ ലവറിന്റെ കൂടെ ഇരിക്കുന്ന പോലെ അവൻ അനുഭവപ്പെടും. ഈ ഒരു നിമിഷത്തിൽ പെട്ടെന്ന് അവളെ ആരും വലിച്ചു കൊണ്ടുപോകും. ഞെട്ടി കണ്ണു തുറന്നു നോക്കിയാൽ അവനൊരു മുറിയിൽ തനിയെ. ഞാൻ എവിടെയാ, എങ്ങനെയാ ഇവിടെ വന്നേ എന്നൊക്കെ ആലോചിച്ച് തന്റെ ലവറിന്റെ പേര് വിളിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ആ ലേഡി നിൽപ്പുണ്ട്. നീ ബോധം കെട്ട് വീണു. അല്ല, നിനക്ക് ലാസ്റ്റ് നടന്ന സംഭവങ്ങൾ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ആ, ഞാനും എന്റെ ലവറും ഇവിടെ സ്പ്രെഡ് ആയിരിക്കുന്ന വൈറസ് കാരണം നാട് വിട്ട് സേഫ് ആയ ഒരു ഏരിയ നോക്കി പോയിക്കൊണ്ടിരിക്കാനും പെട്ടെന്ന് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന് മുൻപും പിൻപും നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇവരുടെ ഈ കോൺവെർസേഷന്റെ ഇടയിൽ ഹീറോ അവിടെ വാളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്സ് എല്ലാം നോക്കും. അതിലെല്ലാം തന്നെ ഈ വൈറസിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഈ ലേഡി സോളാർ കറണ്ട് ഉപയോഗിച്ചാണ് ജീവിക്കുന്നത്. പെട്ടെന്ന് സോളാറിൽ എന്തോ ഒരു പ്രശ്നം. ഓ, വീണ്ടും പണിയായോ? ശരി, നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ പോയി ചെക്ക് ചെയ്തിട്ട് വരാം. എന്നാൽ നമ്മുടെ ആൾക്ക് ഇരിക്കാൻ മനസ്സ് വന്നില്ല. ഇത് ഏതാ സ്ഥലം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര. ഉടനെ അവൻ പുറത്ത് വന്ന് നോക്കിയാൽ ആ ഒരു പ്രദേശം വീടുകളൊന്നുമില്ല. ഒറ്റപ്പെട്ട പേടിപ്പെടുത്തുന്ന ഒരിടം. പതിയെ പതിയെ പേടിച്ച് പുറത്തിറങ്ങി നോക്കിയാൽ ഒരു സൈഡിൽ മരത്തിനോട് ചേർന്ന് മാറാമ്പലെല്ലാം ചുറ്റി ഒരു രൂപം നിൽപ്പുണ്ട്. ഇത് കണ്ട് പേടിച്ചവൻ ആ ലേഡിയുടെ അടുത്തോട്ട് നീങ്ങി. അവിടെ ആരോ നിൽക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ചെന്ന് നോക്കിയേ. എന്നാൽ അവൾ ഇതൊന്നും തന്നെ മൈൻഡ് ചെയ്യില്ല. അവൾ വേഗം അതിൽ നിന്നും അവന്റെ ശ്രദ്ധ മാറ്റിവിടും. ശേഷം വീണ്ടും അവൾ അവളുടെ സോളാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈദൻ വന്ന് ഹെൽപ്പ് ചെയ്യും. അതിൽ കുറച്ചറിവ് അവനുണ്ടെന്ന് തോന്നുന്നു. അവൻ ഒരു വിധേന അത് റെഡിയാക്കി കൊടുക്കും. ഓ, നിനക്ക് ഇതൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് വീണ്ടും നമ്മുടെ ആള് മഴങ്ങി വീഴാൻ പോകും. അയ്യയ്യോ, ഇവൻ ഇത് തന്നെ ഒരു പണി. രണ്ടും തട്ടി അവനെ ശരിയാക്കി രണ്ടുപേരും തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇവൾക്ക് കൂടൊക്കെ വെച്ച് മൃഗങ്ങളെ പിടിക്കുന്ന ഒരു ശീലമുണ്ട്. ആ ടൈമിൽ ഒരെണ്ണം കെണി വീണിട്ടുണ്ടാകും. ഇന്നേ ദിവസം അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് രണ്ടാളും അകത്ത് കയറും. അവളെ മൊത്തത്തിൽ വളരെ ആശ്ചര്യത്തോടെ നോക്കി പിന്നാലെ തന്നെ നടന്ന് ഈ ദിനം അകത്ത് കയറിയിട്ടുണ്ടാകും. ആ പിന്നെ, നീ വല്ലാതെ അവിടെ ഇവിടെ ഒന്നും കറങ്ങി നടക്കണ്ട. ഞാൻ ഇവിടെ എല്ലായിടത്തും ഇതേപോലെ കൂട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു തീരുമ്പോഴേക്കും യാതൊരു ബന്ധമില്ലാതെ അവൾ അവന് നേരെ ഗണ്ണ് പിടിക്കും. എന്താ ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ അവനും അവളെ നോക്കി നിൽക്കും. ശേഷം അവന്റെ കയ്യിൽ ഗണ്ണ് കൊടുത്ത്, നിനക്ക് എന്റെ മേൽ വിശ്വാസമെങ്കിൽ ഷൂട്ട് ചെയ്യാം. പക്ഷെ അവൻ എന്തോ അങ്ങനെ തന്നെ നിൽക്കും. ഈ സമയം അവൾ ഒരു കാര്യം പറയും. ഇപ്പോ നീ എന്നെ ഷൂട്ട് ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ അത് നിന്റെ ദേഹത്ത് തന്നെ കൊള്ളും. ഞാനത് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സീനില് ഹീറോ അവന് ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു കൊടുത്ത ലേഡിയോട് താങ്ക്സ് പറയും. എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. എന്റെ ഗേൾഫ്രണ്ട് എവിടെയാണെന്ന് എനിക്കറിയില്ല. അവളെ എനിക്ക് എന്തായാലും കണ്ടുപിടിക്കണം. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ട ലേഡി അവന് വിടുന്ന കാര്യത്തിൽ കുറച്ച് ഡൗട്ടാണ്. ഞാൻ നിനക്ക് ഇത്രയൊക്കെ ഉപകാരം ചെയ്തെന്നില്ലേ,
പകരം നീ എനിക്ക് എന്ത് ചെയ്തു തരും? കാശിനാണെങ്കിൽ ഇപ്പൊ വിലയുമില്ല. ഒരു കാര്യം ചെയ്യ്, നീ ഈ സൈക്കിൾ ഓടിക്കേ, അതിൽ നിന്ന് കറണ്ട് എടുക്കാൻ പറ്റും. ഈ ടൈമിൽ ആ ലേഡി പാട്ടും കേട്ട് വെള്ളടിച്ചുകൊണ്ടിരിക്കാം. കുറച്ചു നേരം സൈക്കിൾ ഓടിച്ചതിന് ശേഷം തിരിച്ച് വീണ്ടും വന്ന് ആ സ്ത്രീയോട് പോകുന്നതിനെ പറ്റി അവൻ സംസാരിക്കുമ്പോൾ, നോക്ക്, ഈ രാത്രി നേരത്തൊക്കെ പോകുന്നത് വളരെ റിസ്ക്കാ. അതുമല്ലാതെ ഈ ടൈം നിനക്ക് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. മോർണിംഗ് ആണെങ്കിൽ എനിക്ക് നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റും. അതിന് അവൻ ഓക്കെ പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങാൻ മുകളിലോട്ട് പോകും. ഈ സമയം ഒരു ഫ്ലാഷ് ബാക്ക് ഹീറോയുടെ മനസ്സിലോട്ട് വരും. അവന്റെ ലവർ ഒരു പഴയ വീട്ടില് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നീ ഇതുവരെയും വന്നില്ലല്ലോ. അവൾ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് ഒരു പ്രാവിന്റെ കൂടുണ്ട്. ഇതിനിടയിൽ അവനൊരു കാര്യം ഓർമ്മ വരും. ആ വൈറസിന്റെ പ്രശ്നം കാരണം ഇവർ രണ്ടുപേരും അതുപോലെ ഒരു ലേക്കിന് അടുത്തുള്ള വീട്ടിലേക്ക് താമസം മാറ്റാൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ആക്സിഡന്റ് സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അവൾ അവിടെ തന്നെ ഉണ്ടാകും. ഞാൻ അവളെ കണ്ടെത്തിയേ പറ്റൂ. ഇതും മനസ്സിൽ പറഞ്ഞ് അന്ന് രാത്രി തന്നെ അവൻ അവിടുന്ന് അവളുടെ ട്രക്ക് എടുത്ത് മുങ്ങും. ആ വഴിയിലാണെങ്കിൽ ഒരു മനുഷ്യക്കുട്ടി പോലുമില്ല. ഇവനാണെങ്കിൽ അടിക്കടി ഓരോ ഇല്യൂഷനും വന്നുകൊണ്ടിരിക്കും. ഒരു വിധേന വണ്ടി ഓടിച്ച് ആ ലേക്കിന്റെ അവിടെയുള്ള വീടിന്റെ അടുത്ത് അവൻ എത്തിപ്പെടും. ഓൾറെഡി അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അങ്ങനെ അവൻ വീട്ടിലോട്ട് നടന്നു നീങ്ങി. വീടിനെ ചുറ്റി ഭയങ്കരമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാ, അവിടെ ആരോ ഉണ്ട്. ഒരു വിധേന ഹീറോ മിറർ എല്ലാം പൊട്ടിച്ച് അകത്ത് കയറി ലവറിന്റെ പേര് ചൊല്ലി വിളിക്കും. ഈ സമയം ഒരു പെണ്ണ് ഇവന് നേരെ തോക്ക് ചൂണ്ടിക്കാണിച്ച്, നീ ആരാ, നീ എന്തിനു ഇവിടെ വന്നേക്കുന്നേ എന്നൊക്കെ ചോദിക്കും. ഇതെല്ലാം കേട്ട് പേടിച്ച് അവൻ ചുറ്റും നോക്കുമ്പോൾ ഒരു കോർണറിൽ ഒരു പയ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ മര്യാദയ്ക്ക് ആ വടി താഴെയിടും. ഇവനും കേട്ട പതി ആ വടി താഴെയിടും. ശേഷം അവൻ ഞാൻ പറയുന്നത് കുറച്ച് കേൾക്കുന്ന അവളോട് പറയുമ്പോഴേക്കും പുറത്തുനിന്ന് അതിഭീകരമായ ശബ്ദം കേൾക്കും. ഇത് കേട്ട് ഭയന്ന് രണ്ടുപേരും വാതിലിന്റെ അടുത്തോട്ട് നോക്കുമ്പോൾ ഒരു ഭീകര രൂപം ദേഹം മാസകരം പുല്ലും ചെടിയെല്ലാം വളർന്ന് ഇവരടുത്തോട്ട് നടന്നു നീങ്ങും. ഇത് കണ്ടതും അവൾ ഓടി ഡോർ ക്ലോസ് ചെയ്യാൻ വരും. എന്നാൽ ആ രൂപം അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഇതേ സമയം ഇപ്പുറത്ത് കണ്ണാടി പൊട്ടിച്ച് അതിലൂടെ മറ്റൊരു സോംബി അകത്തോട്ട് കടക്കും. ഉടനെ ആ പെണ്ണ് ഇവന് നേരെ തോക്കെറിഞ്ഞു കൊടുക്കും. അതും വെച്ച് അവൻ ആ രൂപത്തിൽ ഷൂട്ട് ചെയ്യാൻ നോക്കിയാൽ അതിൽ ഉണ്ടുണ്ടാവില്ല. ഇത്രയും നേരം ഉണ്ടില്ലാത്ത തോക്കും വെച്ച അവൾ ഇവനെ പേടിപ്പിച്ചത്. പിന്നെ ഒന്നും നോക്കില്ല, താഴെ കിടക്കുന്ന വടിയെടുത്ത് രണ്ടിനും അടിച്ചു പുറത്താക്കി വീട് കവർ ചെയ്യും. അവളാണെങ്കിൽ ഓടി ആ കൊച്ചു പയ്യന്റെ അടുത്തെത്തും. അവൻ സേഫ് ആണെന്ന് നോക്കാനായിട്ട്. അത് അവളുടെ മകനാ. ഇന്നേരം ഹീറോ ജനലിലൂടെ പുറത്തോട്ട് നോക്കിയാൽ നേരത്തെ അടിച്ചു പുറത്താക്കിയ ആ രൂപം വീണ്ടും പൂർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് നടക്കുന്നു. ഇപ്പോഴാണ് ഇവൾക്ക് ഇവന്റെ മീതെ വിശ്വാസമായത്. ഈ സമയം ഇവനെ പറ്റി അവൾ ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനെ തേടി അവിടെ വന്നതെന്നും എനിക്കധികം കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്നൊക്കെ ഇവൻ പറയും. ഇന്നേരം വീണ്ടും ഈ ലോകത്ത് എന്താ സംഭവിച്ചത് എന്നുള്ളത് അവൾ അവന് പറഞ്ഞു കൊടുക്കും. ഈ ലോകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വൈറസ് വന്നിട്ടുണ്ടായിരിക്കും. ഈ വൈറസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പുല്ലും ചെടിയെല്ലാം വളർന്ന് പ്രത്യേക തരത്തിലുള്ള ഒരു രൂപമായി മാറും. ഇതെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ഈതൻ ഉറങ്ങാൻ കിടക്കും. ഉറക്കത്തിനിടയിൽ ഈതൻ ഒരു സ്വപ്നം കാണും. ഒരു അപ്പൂപ്പൻ ഇവനോട് ഭയങ്കരമായിട്ട് ഒച്ച വെക്കുന്നുണ്ട്. പിന്നെ അവന്റെ ലവർ എന്തോ ഒരു വലിയ അപകടത്തിൽ പെട്ടതുപോലെയും. ടക്കെന്ന് ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയാൽ ആ പെണ്ണ് കണ്ടം തുണ്ടമായി മുറിഞ്ഞ് രക്തത്തിൽ കുളിച്ചെടുക്കുന്നു. ഇത് കണ്ട് ഭയം നിൽക്കുന്ന ഹീറോയ്ക്ക് പുറത്തു നിന്ന് മറ്റൊരു ശബ്ദം കൂടെ കേൾക്കും. ഉടനെ പുറത്തിറങ്ങി നോക്കിയാൽ ആ കൊച്ചു പയ്യന് ഒരു സോംബി പെണ്ണ് കടിച്ചു മുറിച്ചു വലിക്കുന്നുണ്ട്. അങ്ങനെ സോംബി പോയതിനു ശേഷം ഹീറോ പയ്യന്റെ അടുത്ത് ചെല്ലും. അപ്പോഴേക്കും അവന്റെ കഥയും തീർന്നിട്ടുണ്ടാകും. ഒരു പക്ഷേ ഉറക്കത്തിൽ രക്ഷിക്കണമെന്ന് സഹായം ചോദിച്ചത് കൊച്ചിന്റെ അമ്മയായിരിക്കും. അവൻ അങ്ങനെ നിൽക്കുന്ന നേരം സോംബി വീണ്ടും അവന്റെ അടുത്തോട്ട് വന്ന് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ ഈ സോംബിയായി മാറി അധികം സമയമായിട്ടില്ല. ഇന്നേരം അവൾക്ക് നേരെ ഒരു ബുള്ളറ്റ് തുളച്ചു കയറും. ആരായിരിക്കും? മറ്റാരല്ല, നമ്മുടെ സ്ട്രേഞ്ചർ ലേഡി. പതുക്കൊന്ന് താഴെ വീണ സോംബിയെ വീണ്ടും ആ സ്ത്രീ വെടിവെക്കും. എന്തിനാ അവളെ വീണ്ടും വീണ്ടും വെടിവെക്കുന്നത് കേട്ടാൽ ഈതനോട്, അവൾ ഇപ്പോഴും മരിച്ചിട്ടില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആകണം, ഇല്ലെങ്കിൽ നിനക്കും ആപത്താന്ന് അവൾ പറയും. അങ്ങനെ രണ്ടുപേരും അവിടെ വിട്ടു പോകാൻ നേരം അവൻ മുൻപ് പറഞ്ഞ പ്രാവിന്റെ കൂട് കാണും. അതിനു മുൻപിൽ അവന്റെ ലവറിന്റെ ദേഹത്തുള്ള ടാറ്റുവും കാണും. കൂട് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അതിലൊരു ഫോൺ. ഈ സമയം ലേഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് അവന്റെ അടുത്ത് കേൾക്കുന്നുണ്ട്. എന്നാൽ ക്വസ്റ്റ്യൻ മറുപടി പറയാൻ ഒന്നും തന്നെ അവൻ ഓർമ്മയില്ല. ഇതോടെ ഇവന് എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകും. ഇപ്പൊ ഫോൺ അവൻ പ്ലേ ചെയ്ത് നോക്കിയാൽ അതിൽ അവന്റെ ലവർ റെക്കോർഡ് ചെയ്ത വീഡിയോ പ്ലേ ആകും. ഈതൻ, നിനക്ക് അമ്നേഷ്യ ഉണ്ടല്ലോ, നീ ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങൾ മറക്കും. നീ എന്തു ചെയ്യും? ഇപ്പോഴാണെങ്കിൽ ലോകത്ത് വൈറസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതിൽ ചാർജ് തീരും. ഇത് കണ്ട് മൊത്തത്തിൽ അവനെ ഭ്രാന്ത് പിടിക്കും. ഈ സമയം ആ സ്ത്രീ, നീ ടെൻഷൻ അടിക്കാതെ, എന്റെ വീട്ടിൽ ചാർജറുണ്ട്, നീ വീട്ടിലോട്ട് വരുന്നോ? ശരി, ഓക്കെ. പക്ഷേ നീ ആരാ? നമ്മുടെ ഈതന് മറവിയുള്ളതിനാല് അവന് അവളോടെ നീ ആരാന്നത് കേൾക്കും. അവൻ ആകെ കൂടി ഹീറോയിന് മാത്രമേ ഓർമ്മയുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് അവന്റെ മനസ്സിൽ മിന്നി മിന്നി മറയും.
ശേഷം രണ്ടുപേരും വീട്ടിലോട്ട് പോകാൻ ട്രക്കിന്റെ അടുത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഈതനാണല്ലോ ഈ വണ്ടി കൊണ്ടുവന്നത്. ഈ സമയം അവൻ അറിയാതെ അവനെ ചീത്ത വിളിക്കും. ഏതോ ഒരുത്തൻ എന്റെ ഈ വണ്ടിയും കൊണ്ടുവന്ന് അതിന്റെ ബാറ്ററി ഓൺ ചെയ്ത് മൊത്തം പോയി കിടക്കുക. അതിന് നമുക്ക് തൽക്കാലം സൈക്കിളിൽ പോകാം. പോകുന്ന വഴിയിൽ അവൾ നിറയെ ഹീറോയിനോട് സംസാരിക്കും. ഇവനും മൊത്തത്തിൽ ഡൗട്ട് അടിക്കും. ഇവർക്ക് എന്നെ മുന്നേ അറിയൂ, ഞാനപ്പോ എന്താ ചെയ്തിരുന്നേ? അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സൈക്കിൾ ഉന്തി നടക്കാൻ ആരംഭിക്കും. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് ഒരു പെട്രോൾ പമ്പിന്റെ അടുത്തെത്തും. അവിടെ എത്തിയതും അവന് മുൻപുണ്ടായ ഒരു സംഭവം ഓർമ്മ വരും. ഇവനും ഇവന്റെ ലവറും സേഫായ ഒരിടം തപ്പിപ്പോകില്ലേ? ആ സമയത്ത് പെട്രോൾ അടിക്കാൻ ഇവിടെ ആയിരിക്കും നിർത്തിയിട്ടുണ്ടായിരിക്കാം. അവളോട് പെട്രോൾ അടിക്കുമെന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോകും. ഇന്നേരം ഒരു സോംബിയായ അപ്പൂപ്പൻ, അതായത് മുൻപ് ഇവന്റെ സ്വപ്നത്തിൽ വന്ന അതേ അപ്പൂപ്പൻ ഇവളെ കടിക്കാൻ പാഞ്ഞു വരും. ഇന്നേരം കയ്യിലുള്ള ഗണ്ണ് വെച്ച് അവൻ അപ്പൂപ്പനെ ഷൂട്ട് ചെയ്യും. രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ ആ സോംബി നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കടിക്കും. അവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ സ്ട്രേഞ്ചർ ലേഡിയും ഈതനും വീട്ടിലെത്തിയിട്ടുണ്ടാവും. എന്നാൽ ആ പരിസരത്ത് ആരോ ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്യും. ഉടനെ ഗണ്ണെടുത്ത് ചുറ്റും നോക്കിയാൽ ഒരുത്തൻ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അയ്യോ, ഞാനൊരു സർവൈവറാ, എനിക്ക് തങ്ങാൻ ഒരു ഇടം കിട്ടുമെന്നറിയാൻ വന്നതാ. ഞാൻ എന്തിനു നിങ്ങൾ ചുമ്മാ ഹെൽപ്പ് ചെയ്യണം? ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും വിറക് വെട്ടേന്നും പറഞ്ഞ് അവൾ അകത്ത് കയറി പോകും. എന്നിരുന്നാലും അവൾക്ക് അവന്റെ മേൽ നല്ല ഡൗട്ട് ഉണ്ടാകും. അവൾ ജനൽ വഴി അവനെ വാച്ച് ചെയ്യും. ഇതേ ടൈമിൽ പുറത്ത് വിറക് വെട്ടിക്കൊണ്ടിരുന്ന അയാൾ, എടാ ഞാൻ ഒന്ന് മുള്ളിയിട്ട് വരാമെന്നും പറഞ്ഞേ അപ്പുറത്ത് ആ പഴയ കാരൻ അവിടെ സൂക്ഷിച്ചു വെച്ച തോക്ക് എടുത്തു വരും. ഇന്നേരം ആ ലേഡി ഫുഡ് കഴിക്കാൻ ഇവരകത്തോട്ട് ക്ഷണിക്കും. ഇപ്പോ ആ മുടിയൻ ചട്ടപ്പടാന്ന് അകത്തോട്ട് എൻട്രി ആകുമ്പോൾ ഈതന്റെ അടുത്ത് സ്ത്രീ, നോക്ക്, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് നീ ഒന്നും കഴിക്കണ്ട, ഓക്കെ? ഇവൻ അവള് എന്താ പറയണെന്നൊന്നും മനസ്സിലാകില്ല. അങ്ങനെ 3 പേരും കൂടി ടേബിളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ മുടിയൻ പറയുന്നുണ്ട്, 10 നാൾ മുൻപ് എന്റെ ഭാര്യയെ കാണാതായി. അവളെ കാണാതാകുന്നതിന് മുൻപ് ഈ വീടിനെ പറ്റിയാ സംസാരിച്ചിരുന്നത്. ഈ ടോക്ക് അവിടെ നടക്കുന്നതിനിടയിൽ നമ്മുടെ നായകൻ വീണ്ടും ബോധം കെട്ടുവിടും. ഈ കറക്റ്റ് ടൈം നോക്കി സ്ത്രീയുടെ നേരെ മുടിയൻ തോക്ക് ചൂണ്ടി, മര്യാദക്ക് നീ നിന്റെ കയ്യിലുള്ള തോക്ക് തന്നു. ഉടനെ അവളും അത് എടുത്തു കൊടുക്കും. ഗണ്ണിന്റെ പ്രത്യേകത എന്താണെന്ന് മുടിയൻ അറിയില്ലല്ലോ. സെയിം ടൈം നമ്മുടെ ലേഡി ഫുഡിൽ എന്തോ ചേർത്തതിനാല് അവൻ ആകെ തല ചുറ്റാൻ ആരംഭിക്കും. അവൾ അതിനായിട്ടായിരിക്കും 1 മിനിറ്റ് വെയിറ്റ് ചെയ്തത്. ഈ ഒരു സമയത്ത് അവിടെ കിടന്ന ബോക്സ് എടുത്ത് മുടിയുടെ തല ടപ്പേന്ന് ഒറ്റടി. ഇതോടെ പതുക്കൊന്ന് അവൻ താഴെ വീഴും. അവിടെ സീൻ കട്ട് ചെയ്ത് ഏതൻ കണ്ണു തുറന്നു നോക്കിയാൽ തൊട്ടടുത്ത് മുടിയൻ ബോധം കെട്ട് കിടപ്പുണ്ട്. ലേഡി മുകളിലെ നിലയിലാണ്. ഇപ്പോൾ അവിടേക്ക് അപരിചിതരായ 2 ചെക്കന്മാർ വരുന്നുണ്ട്. അവർ വന്ന പാടെ താഴെ വീണെടുക്കണ മുടിയൻ നോക്കി, എടാ നിനക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് അവന്റെ ഗഡീസാ. ഇന്നേരം ആ സ്ത്രീ താഴോട്ട് ഇറങ്ങി വരും. ഉടനെ അവളെ പിടിച്ചു കെട്ടിയിരുത്തി, എടി നീയല്ല ഞങ്ങളുടെ ഫ്രണ്ടിനെ അടിച്ചു വീഴ്ത്തിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോഴേക്കും നമ്മുടെ മുടിയൻ എഴുന്നേൽക്കും. നീ എന്നെ അടിച്ചു വീഴ്ത്തി കിടത്താമെന്ന് വിചാരിച്ചല്ലേടി, നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടു. ആദ്യം മുകളിൽ പോയിട്ട് എല്ലാം പരിശോധിച്ചിട്ട് വരാം. ഇതും പറഞ്ഞ് മുടിയൻ മേലേക്ക് പോകും. എന്താ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ഹീറോ അവനും ഇവന്റെ പിന്നാലെ മുകളിലോട്ട് പോകും. എടാ നീ അവളെ വിശ്വസിക്കാതെ, എന്റെ കുറെ ഫ്രണ്ട്സിനെ കാണാനില്ല, അവരുടെ തിങ്സ് ഇവിടെ ഇരിപ്പുണ്ടോന്ന് ചെക്ക് ചെയ്യാനാണ് ഞാൻ വന്നത്. അല്ല, നീ നിന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാനില്ലെന്നല്ല പറഞ്ഞേ? അവളുടെ വല്ല തിങ്സും ഇവിടെ ഉണ്ടോന്ന് നീ ചെക്ക് ചെയ്തോ? ഇത് കേട്ട് നമ്മുടെ ഹീറോ നോക്കിയതും കണ്ടത് അവന്റെ ലവറിന്റെ ഒരു ചെയിൻ. ഇതോടെ അവനൊരു കാര്യം പിടികിട്ടും, അവള് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ലേഡിയാണ്. അതേസമയം താഴെ ആ 2 പേരിൽ ഒരു ചെക്കൻ, അല്ല ആ ഗസ്റ്റ് ഹൗസിൽ എന്താ ഉള്ളത്? അവിടെ ലൈറ്റ് കത്തുന്നുണ്ടല്ലോ. ഇല്ല, അവിടെ ഒന്നുമില്ലെന്ന് അവൾ മറുപടി വരും. അപ്പോ അതിലെന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ് അവൻ അവിടേക്ക് പോകും. കുറച്ചു സമയത്തിനുള്ളിൽ രണ്ടാമനും അവിടേക്ക് പോകും. ഇപ്പോൾ മേലെ ചെക്ക് ചെയ്യാൻ പോയ 2 ആളും താഴോട്ട് ഇറങ്ങി വരും. സത്യം പറ, നീ തനിയല്ലേ ഇവിടെ താമസിക്കുന്നത്? പിന്നെ എന്തിനാ നിനക്ക് ഇത്രയും തിങ്സ്? നീ മറ്റുള്ളവരുടെ സാധനങ്ങൾ എന്തിനാ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? നീ അവരൊക്കെ എന്താ ചെയ്തത്? ഇന്നേരം ഈതൻ തോക്കു ചൂണ്ടി, സത്യം പറ, നീ എന്റെ ലവറെ എന്താ ചെയ്തത്? അവളുടെ തിങ്സ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഇല്ല, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല, അവൾ ഓൾറെഡി മരിച്ചു. ഞാനും അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ഗസ്റ്റ് ഹൗസ് ചെക്ക് ചെയ്യാൻ പോയ ചെറുക്കൻ ഉള്ളിൽ പോയാൽ ഒരാൾ അവിടെ ഹോസ്പിറ്റൽ സെറ്റപ്പിൽ കിടപ്പുണ്ട്. അവന്റെ ശരീരത്തിലെ ചില ഭാഗങ്ങൾ കാണാനില്ല. ഇവൻ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളെയല്ല. ഇതെല്ലാം കണ്ട് ഭയന്ന് അവിടുന്ന് പുറത്തോട്ട് കടക്കാൻ ശ്രമിക്കുന്ന ടൈമിൽ അവൾ വെച്ച ട്രാപ്പിൽ അറിയാതെ അവന്റെ കാല് കൊണ്ടതും ബും. അതോടെ അവന്മാരുടെ 2 ആളുടെയും കഥ തീരും. ഇവിടെ നമ്മുടെ ഏതിന് അൾഷിമേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ മുടിയൻ, നിന്റെ കയ്യിൽ എന്താ പറ്റിയത്, എന്താ സംഭവിച്ചെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അവൻ മറുപടി പറയും. ശരി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവളെ തീർക്കണമെന്ന് പറഞ്ഞ് അവൻ അവളുടെ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യാൻ റെഡിയാകും. ആ ഗണ്ണിന്റെ പ്രത്യേകത അവൻ അറിയില്ലല്ലോ. അവൻ അവളെ ഷൂട്ട് ചെയ്തതും അത് അവന്റെ ദേഹത്ത് തന്നെ കൊള്ളും. ഈ നേരം നമ്മുടെ ഈതന്റെ കണ്ണെല്ലാം ഒരു മാതിരിയാകാൻ ആരംഭിക്കും. അതായത് അവൻ സോംബിയാകാൻ തുടങ്ങി നടത്താം. സോംബിയായ ഈതൻ അവനെ കട്ടിച്ച് കീറിക്കൊല്ലും. വീണ്ടും പഴയതുപോലെ ഈതൻ അവന്റെ മറവി രോഗത്തിലോട്ട് പോകും.
ഇപ്പൊ ആ ലേഡി ഭയങ്കര കെയറിങ്ങോടെ ഒന്നുമില്ല ഒന്നുമില്ല നിനക്ക് വാ നമുക്ക് ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞ് അവനെ മുറിയിലോട്ട് കൊണ്ടുപോകും. പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ ഏതിന് മുൻപത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മയുണ്ടാകില്ല. ഇന്നേരം ലേഡി അവന്റെ അടുത്ത് വന്നിരുന്ന് അവളെ കുറിച്ച് ഒരു ഇൻട്രോ കൊടുക്കും. കൂടെ ഇനി കഴിക്കാനൊന്നുമില്ല, അത് നമുക്ക് വേട്ടയാടാൻ പോകണമെന്നും പറയും. അങ്ങനെ വേട്ടയാടാൻ പുറത്തിറങ്ങിയ സമയത്ത് നമ്മുടെ ഈതന്റെ മനസ്സിലോട്ട് വീണ്ടും ചില കാര്യങ്ങൾ ഓർമ്മ വരും. അതായത് അവനും അവന്റെ ലവറും ഹീറോ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലോട്ട് സേഫ് ആയ ഒരു ഇടം തേടി പോകുമ്പോൾ അവർക്കൊരു ആക്സിഡന്റ് പറ്റില്ലേ. ആ സമയം അവിടെ നിന്നിറങ്ങി അവർ നടന്നെത്തിയത് ആ വീട്ടിലോട്ടായിരുന്നു. ഇന്നേരം വീടിന് മുൻപിലുണ്ടായിരുന്ന തൊപ്പിക്കാരോട് അവർക്ക് ആക്സിഡന്റ് പറ്റിയെന്നും തങ്ങൾക്ക് തൽക്കാലം തങ്ങാൻ ഒരിടം തന്ന് സഹായിക്കണമെന്നും അയാളുടെ കേൾക്കും. ഉടനെ തൊപ്പിക്കാരൻ, ഞാൻ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൈറസ് ബാധിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പ് വരണം. അതിനായിട്ട് ഷർട്ടെല്ലാം ഊരി പ്രൂവ് ചെയ്ത് കാണിക്കുന്നു പറയും. ഇവരും ഇവർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കും. ഇന്നേരം നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരു കെട്ടുണ്ട്. അത് ആ തൊപ്പിക്കാരൻ അത്ര അങ്ങോട്ട് മൈൻഡിയാക്കില്ല. അങ്ങനെ രണ്ടുപേർക്കും വീട്ടിലോട്ട് എൻട്രി കൊടുക്കും. 3 പേര് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഇപ്പൊ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാല് ഇത് ആ ലേഡിയുടെ ഹസ്ബൻഡ് ആണെന്നാ. വാ നമുക്ക് നോക്കാം. അവിടെ കട്ട് ചെയ്താൽ, ഞാൻ കട്ട് ചെയ്തല്ല, നമ്മുടെ ആള് ഫ്ലാഷ് ബാക്കിൽ നിന്ന് തിരിച്ചു വന്നതാ. ഇന്നേരം അവന്റെ കയ്യിലെ കെട്ടിൽ പച്ച കളർ ഹാർട്ട് വരച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇതിന് പിന്നെയും ഡൗട്ട് അടിക്കും. ചില കാര്യങ്ങൾ അവന്റെ ഓർമ്മയിലോട്ട് വരും. ഇത്രയും നാള് റെഡ് കളർ ഹാർട്ട് വരച്ചിരുന്നത് ഇപ്പൊ ഗ്രീൻ കളർ. ഉടനെ ഗണ്ണ് ചൂണ്ടി അവളോട് ഇതേ പറ്റി കേൾക്കും. നീ എന്നെ പറ്റിക്കാൻ നോക്കാണോ? അത് റെഡ് കളർ തീർന്നു പോയി, അതാ ഗ്രീൻ കളർ യൂസ് ചെയ്തത്. ഇതെല്ലാം കേട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുക നമ്മുടെ ഈതൻ. ഇപ്പോഴാണ് അവിടെ എന്താ നടന്നെന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് പെട്രോൾ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ സോംബി മനുഷ്യൻ ഇവരെ അറ്റാക്ക് ചെയ്ത് നമ്മുടെ ഹീറോനെ കടിച്ചിട്ടുണ്ടായിരിക്കും. അതോടെ അവനും എഫക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ഈ സമയം ഏതൻ അവന്റെ കയ്യിലെ കെട്ട് അഴിച്ചു നോക്കും. നോക്കിയാൽ അവിടെ എല്ലാം പുല്ല് മുളച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ലേഡി പറയുന്നുണ്ട്, ഇനിയും മുഴുവനായിട്ട് സോംബി ആവാതിരിക്കണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മീറ്റ് കഴിക്കണം. അപ്പോൾ മാത്രമേ മുഴുവനായിട്ട് സോംബി ആവാതിരിക്കുള്ളൂ. ഇനിയാണ് കഥ. നമ്മുടെ കപ്പിൾസ് തൊപ്പിക്കാരന്റെ വീട്ടിലെത്തിയില്ലേ. അന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഏതൻ ഡിഫറെന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ആരംഭിക്കും. ഉടനെ അവന് കുറച്ച് ക്ഷീണമുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ മുകളിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും. ഇവിടെ നോക്കിയതൻ, നീ ഭയപ്പെടാതെ, നിനക്ക് എഫക്റ്റ് ആയെന്ന് ഞാൻ ആരോടും പറയില്ല, ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം ഉണ്ട്, നീ വിഷമിക്കാതെ എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനപ്പെടുത്തി അവൾ ഒന്നും അറിയാത്ത പോലെ താഴെ വന്നിരിക്കും. തൊപ്പിക്കാരൻ ഇവരെ മേൽ നല്ല ഡൗട്ട് അടിക്കും. ഉടനെ അവൻ ഗണ്ണ് എടുത്തു വെച്ച്, അവൻ എഫക്റ്റ് ആയിട്ടുണ്ടല്ലേ, നീ അത് മറച്ചു വെച്ച് ഇവിടെ നിൽക്കാന്ന് വിചാരിച്ചോടി എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ ഭാര്യയോടും മകളോടും അവനെ പോയി ചെക്ക് ചെയ്യും, ഞാൻ ഇവളെ പിടിച്ചു വെക്കാമെന്ന് പറയും. അവരും പറഞ്ഞ പോലെ മുകളിൽ പോയി ഡോർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഏതിന്റെ കണ്ണെല്ലാം ഒരു മാതിരി അധികം വൈകാതെ അവൻ സോംബിയെ രണ്ടിന്റെയും കഥ കഴിക്കും. ഇവരുടെ ഒച്ചയും ബഹളം കേട്ട് പതറോടിയെ തൊപ്പിക്കാരനെ കൊല്ലാൻ നമ്മുടെ ഹീറോയിൻ ട്രൈ ചെയ്യും. ആ ഒരു പിടിവലി തൊപ്പിക്കാരൻ അവളുടെ മുഖം ശക്തമായി ഒരു സ്ഥലത്ത് അടിച്ച് ഒരു പരുവാക്കും. ശേഷം അവളെ തൂക്കിയെറിയും. ഇന്നേരം അവളുടെ കയ്യിലെ ഗണ്ണെടുത്ത് തൊപ്പിക്കാരന്റെ കഥ കഴിക്കും. ഇതോടെ അവരുടെ 3 പേരുടെയും ചാപ്റ്റർ ക്ലോസ്. ഇപ്പോൾ ഇവിടെ രക്ഷപ്പെട്ടത് രണ്ടേ പേരാണ്. അതാണ് നമ്മുടെ ഹീറോയും ഹീറോയിനും. സത്യം പറഞ്ഞാൽ ഈ സംഭവം നടന്ന കുറേ കാലമായി. ഇനി ശരിക്കും ആ മുഖത്തോട്ട് നോക്കിയേ. അന്ന് ആ തൊപ്പിക്കാരൻ ശക്തിയായി മുഖം ഒരു സ്ഥലത്ത് അടിച്ചതിന്റെ ഭാഗമായിട്ടുള്ള പാടുകളാണ് ആ മുഖത്ത്. അത് തന്നെ ഏതിന്റെ സ്വന്തം കാമുകി വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടെന്ന് മാത്രം. ഹീറോ മാത്രം എന്താ ഇത്ര ചെറുപ്പക്കാരനായെന്ന് വെച്ചാല് അവന്റെ ശരീരത്തിൽ സോംബി വൈറസ് ഇരിക്കുന്നുണ്ടല്ലോ, അത് വല്ലാതെ എഫക്റ്റ് ആകാതിരിക്കാൻ മനുഷ്യരുടെ ഫ്രഷ് ആയിട്ടുള്ള മാംസം കഴിക്കണം. അതിനായി അവൾ നമ്മുടെ വീടിനടുത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ഇതുപോലെ കിട്ടുന്ന ഓരോരുത്തന്മാരെ കണ്ടം തുണ്ടം വെട്ടി ഏതിനെ ഫീഡ് ചെയ്ത് ഇത്രയും കാലം നോക്കിയത്. സ്റ്റാർട്ടിങ് ഹീറോയ്ക്ക് ഹീറോയിനെ അറിയാമായിരുന്നു. കാലം പോകെ പോകെ അവൾക്ക് പ്രായമായപ്പോ അവൻ അവളെ തിരിച്ചറിയാൻ പറ്റാതെ. ഇതോടെ അവൾ അവളുടെ ടാറ്റു എല്ലാം മറിച്ച് ഒരു അപരിചിതയായ സ്ത്രീയെ അവന് ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ചു കൊണ്ടുവന്നിരുന്നത്. ഇതെല്ലാം കേട്ട് താങ്ങാൻ പറ്റാതെ, ഇതൊന്നും എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്നെ ദയവ് ചെയ്ത് കൊന്നിട്ട് പോ എന്നൊക്കെ ഏതൻ അവളോട് പറയും. എന്നാൽ അവൾ അവനെ സമാധാനപ്പെടുത്തും. ഇത്രയും കാലം ഞാൻ നല്ലതുപോലെ തന്നെ നിന്നെ നോക്കിയത്, ഞാൻ വിചാരിച്ചാലും നിന്നെ കൊല്ലാൻ സാധിക്കില്ല. മനസ്സാകെ ഉടഞ്ഞു പോയി അവനെ സ്വയം തോക്കെടുത്ത് വെടിവെക്കും. എന്നാൽ അധികം വൈകാതെ അവന് വീണ്ടും ജീവൻ വെക്കും. കാരണം ഇവൻ സോംബി ആയതിനാല് മരിക്കില്ല. തിരിച്ച് വീണ്ടും ഹീറോയിന്റെ അടുത്ത് എത്തിയ ഹീറോ എന്നോട് ക്ഷമിക്കുന്നു പറഞ്ഞ് കിസ് ചെയ്യാൻ വരും. ഈ പ്രാവശ്യം അവൾ അവനെ തടയില്ല. ഇവർ രണ്ടുപേരും ഒന്നുചേരും. അധികം വൈകാതെ സോംബിയായ ഹീറോ അവളെ കട്ടിച്ചു പറിക്കും. ഇതോടെ അവളും സോംബിയായി മാറി. ഒരു ഘട്ടത്തിൽ ഇനിയും അവളെ കൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ലെന്ന സാഹചര്യത്തിലാണ് അവളും സോംബിയായി മാറാമെന്നാണ് തീരുമാനമെടുത്തത്. എൻഡിൽ 2 സോംബികളും കൈകോർത്ത് നടന്നു നീങ്ങും. നന്ദി, നമസ്കാരം.